ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ആരാണ് നിങ്ങളുടെ അടുത്തേക്ക് ഉടൻ വരുന്നത്, ആരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ അടുത്തോട്ട് ആരാണ് വരാൻ പോകുന്നത്? ഓക്കെ, ആരാണ് വരാൻ പോകുന്നത്? ആ ആ ആഹാ ആ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാണ് വരാൻ പോകുന്നത്? ഓ, അപ്പൊ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ഓക്കെ, അതായത് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പോകുന്ന ആളെന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാലത്ത് നരസിംഹ മന്നാടിയാർ എന്നുള്ള രീതിയിൽ അതേ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടു നടന്ന, അല്ലെന്നുണ്ടെങ്കിൽ അതേ ഒരു രീതിയിൽ കൊണ്ടു നടന്ന, പിന്നെ പോകെ 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 ഇത് നരസിംഹ മന്നാടിയാരല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വന്നു. കാരണം നിങ്ങൾ ആള് അടിപൊളിയാണ്, ആള് പൊളി സാധനം, ആള് അടിപൊളി ലുക്കാണ്. അപ്പിയറൻസിന്റെ കാര്യത്തില്, ഫിസിക്കൽ അപ്പിയറൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, ചില ആളുകൾക്ക് മെന്റൽ കണക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വീഴ്ത്താനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മോട്ടിവേഷനൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഒരു വഴികാട്ടീനെ പോലെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഇടക്ക് വെച്ച് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇത് നരസിംഹ മന്നാടിയാരല്ലല്ല, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചു. ഇപ്പൊ ഗേളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കുക. പെട്ടെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ ഇയാളുടെ പ്രവൃത്തിയും ഇയാളുടെ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ആയി. അതായത് നരസിംഹ മന്നാടിയാരിൽ നിന്ന് ഡാഡി ഗിരിജി ഡാഡി ഗിരിജയുടെ ചേഞ്ചസ് വന്നു. ചേടാ ഇങ്ങനെയല്ലല്ലോ എൻ്റെ അടുത്ത് വന്നപ്പോ, ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എൻ്റെ അടുത്ത് വന്നപ്പോ ഇങ്ങനെയല്ല പെരുമാറിയിരുന്നത്, എന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്, ആദ്യമൊക്കെ എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു, ആദ്യമൊക്കെ എന്നെ നല്ല രീതിക്ക് വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു വിളക്ക് പോലെ എൻ്റെ ജീവിതത്തിൽ നിന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ പല രീതിയിലും ജീവിപ്പിക്കാൻ ശ്രമിച്ചു, എന്നെ ഒരു എൻ്റെ ജീവിതത്തിൽ ഒരു തെളിച്ചം, ഒരു വിളക്ക്, ഒരു പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ പള്ളിവാസലിൽ പോലും ഇത്രയും പ്രകാശം ഉണ്ടാവില്ല, അത്രക്ക് പ്രകാശമായി പോയി. നേരിട്ട് കറണ്ട് എടുക്കണതാണ് അവിടെ നിന്ന്, ഡയറക്റ്റ് പള്ളിവാസലിൽ കുത്തി കറണ്ട് എടുക്കുന്ന പോലെ പോയി, അത്രക്ക് പ്രകാശമൊക്കെ തന്ന്. പിന്നെന്താണ്, ആ ഒരു നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയാ, പെട്ടെന്ന് നിങ്ങൾ ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ മയങ്ങി, മനസ്സിലായോ? ആ വാക്കുകളിലും ആ ഒരു പരിപാടികളിലും മയങ്ങി മയങ്ങി ടോട്ടല് നിങ്ങൾ ഞാനെല്ലാം സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സ് പുള്ളിയുടെ അടുത്തായി, ഈ പേഴ്സണിന്റെ അടുത്തായി. അല്ല, ഞാനെല്ലാം സമർപ്പയാമി എന്ന് പറയുന്ന പോലെ എല്ലാം ആ പേഴ്സന്റെ അണ്ടറിലായി. മാനസികമായിട്ട് ഒരുപാട് നിങ്ങൾ ഈ ആളില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിളക്കില്ല, അല്ലെങ്കിൽ ഒരു പ്രകാശം ഇല്ല, പവർ കട്ട്, കൂരാക്കൂരി ഇരുട്ട് പോലെ. മനസ്സിലായ? മറ്റുള്ളവര് ബൾബ് തന്നാലും നിങ്ങൾക്ക് അത് വേണ്ട,
എനിക്ക് ഈ ഇരുട്ട്, എനിക്ക് ഈ ആളില്ലാത്ത ജീവിതം എനിക്ക് ഇരുട്ട് തന്നെയാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് വിശ്വസിച്ചു. സ്വന്തമായിട്ട് എനിക്ക് ഈ ആള് വേണം, ഇയാൾ എവിടെ പോയി, എന്താണ് എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ നീറാൻ തുടങ്ങി, നിങ്ങൾ മിസ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ വിഷമിക്കാൻ തുടങ്ങി. കാരണം നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷകളൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നമ്മൾ ഈ സ്നേഹം കൂടുന്നതിനേക്കാളും സ്നേഹം കുറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ചേട്ടാ നിങ്ങള് എന്താണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം, എന്താണ്, ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മനസ്സുകൊണ്ട് ഈ വ്യക്തിയുടെ അടുത്ത് ഫുള്ളായിട്ട് സമർപ്പിച്ചു പോയി. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് മെന്റലി കണക്റ്റഡ് ആയിപ്പോയി, നല്ല രീതിക്ക്. മനസ്സിലായോ? നിങ്ങൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ബാലൻസ് ഇല്ലായ്മ വന്നു. നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ജീവിതം പുള്ളി ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നപ്പോഴുള്ള ജീവിതം തമ്മിലൊരു ബാലൻസ് ഇല്ലായ്മ വന്നു തുടങ്ങി. കാരണം നിങ്ങൾ ഏതൊരു വ്യക്തി വന്നു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് ആ വ്യക്തിയുടെ അത്ര ഇത് ഇങ്ങർക്കില്ല, അല്ലെങ്കിൽ ഇവർക്കില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ആരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ചായ്വ് മുഴുവൻ ഈ വ്യക്തിയിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ അടുത്തോട്ടാവും. മനസ്സിലായോ? കാരണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഈ പറഞ്ഞ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം നിങ്ങളെ നല്ല രീതിക്ക് പുകഴ്ത്തിയിട്ടുണ്ട്, നിങ്ങളെ നല്ല രീതിക്ക് ഉപദേശക മാർഗം നടത്തി തന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് വളരെയധികം ഒരു ആരാധനയൊക്കെ തോന്നിയതാണ്. പെട്ടെന്നത് നിന്നുപോയി. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ രാവിലെ എഴുന്നേറ്റാലും രാത്രി കിടക്കാൻ നേരത്താണെന്നുണ്ടെങ്കിലും ഉറങ്ങണ സമയത്താണെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ ഒരു അഭാവം നിങ്ങൾക്ക് നല്ല രീതിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വീണ്ടും വരുന്നത്. ഇപ്പൊ ചിലര് കമന്റ് ഇടും, എന്തിനാണ് വരുന്നത്, അതെന്താണ്, അത് പുള്ളിനോട് ചോദിക്കണത്. എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയാവുന്ന കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പുതിയൊരു സ്നേഹബന്ധം വരുന്ന രീതിയൊക്കെ ഇവിടെ കാണുവാണെങ്കിൽ എനിക്കുള്ള കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉള്ളത് നമുക്ക് പറയാം, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് വരുവാണെങ്കിലും എന്നെ കൊണ്ടുള്ളതേ പറയാൻ പറ്റുള്ളൂ, ഇല്ലാത്തൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. കാരണം അതങ്ങനെയല്ലേ, നമ്മളില്ലാത്ത കാര്യം എങ്ങനെയാ പറയണത്? എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ലത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിലാണെങ്കിലും ജനറൽ റീഡിങ്ങിലാണെങ്കിലും ഉള്ളതേ പറയൂ. ഓക്കെ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പുതിയ അതായത് ഇപ്പൊ എന്താ പറയാ, ഒരു നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടണം, നിങ്ങളുടെ ചിന്തകൾ മാറണം, നിങ്ങളുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ മാറണം. നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് എന്താ പറയാ, ദൈവത്തിന്റെ അടുത്ത് അർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അടുത്ത് കുറച്ച് പേര് വഴക്കിട്ടിരിക്കുന്നുണ്ട്, എനിക്ക് മാത്രം അങ്ങനെ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ, ഒരു ഒരു ചെറിയൊരു പിണക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചിട്ട് പോയ ആള് തന്നെയാണ് തിരിച്ചു വരുന്നത്. ഓക്കെ. ഒരു നിങ്ങൾക്ക് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ മാനസികമായിട്ട് നിങ്ങളുടെ മാനസിക ആരോഗ്യം കണക്കിലെടുക്കാതെ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചു പോയ ഡാഡി ഗിരിജ ടീം തന്നെയാണ് തിരിച്ചു വരുന്നത്. മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് കുറച്ച് പേര് ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് പേര് മനസ്സുകൊണ്ട് തന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് എന്താണ് യൂണിവേഴ്സിന്റെ അടുത്ത് നല്ല രീതിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഈ ടീം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുവാണെങ്കിൽ ചിരിച്ചോട്ടോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ചിരിക്കാറുണ്ട്.
ചിരിക്കുവാണെങ്കിൽ ചിരിച്ചോ, അതിനെന്താണ്? വായ പൊത്തിപ്പിടിച്ച് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിരിച്ചോ, ഞാൻ വല്ല കടുവയോ വല്ലതുമാണ്. ചിരിച്ചോ, നിങ്ങൾ ചിരിക്കാൻ വേണ്ടി തന്നെയല്ലേ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിനൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ അത് എന്നെ പേടിക്കാനും വേണ്ട. വാവൊത്തി ചിരിക്കണം എന്തിനാ? ചിരിക്കണം, നമുക്ക് ചിരിക്കേണ്ട സമയത്തൊക്കെ നമ്മൾ ചിരിക്കണം. അല്ലാതെ വെറുതെ ഞാൻ എന്ത് വിചാരിക്കും, ഞാൻ ഒന്നും വിചാരിക്കൂല. അങ്ങനെയൊക്കെ എന്നോട് പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുവോ? നിങ്ങൾക്ക് എൻ്റെ ക്യാരക്ടറൊക്കെ അറിയാലോ. എന്നെ വിളിക്കുന്നവരും രക്ഷപ്പെടണം, എൻ്റെ വീഡിയോ കാണുന്നവരും മാനസികമായിട്ടും രക്ഷപ്പെടണം, എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മീൻസ് ഞാൻ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. മാനസികാരോഗ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, കാണുന്നവർക്ക്, എന്നെ വിളിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ടും എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടണം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളത് നേടി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറയുമ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ സന്തോഷം എനിക്കുണ്ടാകാറുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. അതായത് നിങ്ങളുടെ ഒരു ട്രീറ്റ്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു നിങ്ങൾ ട്രീറ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ സഹിച്ച പോലെ വേറെ ആളുകൾ ഇവരെ സഹിക്കുന്നില്ല. അത് തന്നെ ഡാഡി ഗിരിജയുടെ പ്രശ്നം. നിങ്ങൾ സഹിച്ച പോലെ മച്ചമ്പിനെ വേറെ ആളുകൾ സഹിക്കൂല. ഈ മച്ചമ്പിക്കൊരു കാര്യമുണ്ട്, എന്താന്ന് പറയാമോ? മച്ചമ്പി കുറേ ലോ ക്രിയേറ്റ് ചെയ്യും, തൻ്റെ നിയമങ്ങൾ എന്നൊക്കെ പറയണം. പണ്ട് ഐസക് ന്യൂട്ടൻ അല്ലല്ലോ, എന്താണ്, എന്താ എൻ്റെ പേര് മറന്നുപോയല്ല. ഓരോ ആളുകൾ ഓരോ ലോ ക്രിയേറ്റ് ചെയ്യൂലേ. അപ്പോൾ ആ ഒരു ലോയിൽ തന്നെ നിങ്ങളും അതിൽ തന്നെ മാനസികമായിട്ട് അവര് നിങ്ങളെയും അതിൽ കൂടി തന്നെ സഞ്ചരിപ്പിക്കാൻ നോക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മളൊന്ന് വ്യതിചലിച്ചാൽ, അതിൽ നിന്ന് ആ ദിശ ഒന്ന് മാറിയാൽ അതവർക്ക് സഹിക്കില്ല. അവരൊരു വഴി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവരുടെ നിയമങ്ങൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ കൂടി തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഒന്നല്ലെങ്കിൽ കാണുന്ന ആളുകൾ എബ്രോഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം, നിങ്ങൾ ട്രാവൽ ചെയ്ത് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. പിന്നെ ഇത് ലോങ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഭാഷയല്ല, വേറെ ഒരു ഭാഷയിൽ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു ലാംഗ്വേജിൽ പെട്ട ഒരു വ്യക്തിയെ, നിങ്ങളുടെ പേഴ്സൺ അതാണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ആണോ, അങ്ങനെയുള്ള രീതിയിൽ വേറെ ഒരു സ്റ്റേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഒരു വ്യക്തി, അങ്ങനെ മലയാളം അല്ലാതെ വേറൊരു ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയും ആകാം ഇതിൻ്റെ അകത്ത്. ആ ഒരു ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, നീ എൻ പുന്നകൈ മന്നൻ. ഓക്കെ, ആ ഒരു കാര്യങ്ങളും കാണുന്നുണ്ട്. അത് തമിഴാകാം, ഹിന്ദി ആകാം, കന്നഡയാകാം, എന്ത് വേണമെങ്കിലും. ഇപ്പൊ വേറെ ഏതെങ്കിലും രാജ്യത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ ഭാഷയായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. ഒരു തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ സഹിച്ച പോലെ വേറെ മനുഷ്യര് സഹിക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ അവരുടെ ദേഷ്യവും വാശിയും അല്ലെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള പല പരിപാടികളും നിങ്ങൾ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, സമാധാനം കിട്ടിയാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണിക്കട്ടെ, ആള് കൂടെ നിന്നാ മതി. കാരണം നിങ്ങളിപ്പോ ഒരു ഫംഗ്ഷനിൽ പോയാൽ ഈ ആളുടെ ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ നിങ്ങൾ ടോട്ടലി നിങ്ങളിപ്പോ എന്താണ്, നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത പോലെയാണ്, ടോട്ടലി ലോസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം ഇവരെങ്ങനെയാണ്, എന്താണ് പരിപാടി, ഇവരെന്തൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ ഈ ആള് നിങ്ങളുടെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടായാൽ മതി, ഹാപ്പിയാണ് നിങ്ങൾ. അത് ഇങ്ങേർക്കും അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്കും അറിയാം. മനസ്സിലായ? ആ ഒരു തിരിച്ചറിവ്, നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള തിരിച്ചറിവല്ല, അപ്പുറത്തു നിന്നുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെയൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് പതിയെ 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 സ്ലോലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂണിവേഴ്സുമായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് പ്ലേസിൽ എന്താണ് പരിചയപ്പെട്ടവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ആരെങ്കിലും തേർഡ് പാർട്ടി, നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ വ്യക്തിയുമായിട്ടുള്ള വർക്ക് പ്ലേസിൽ പോയി കൊളാബ്രിക്കേഷൻ
എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ്മെന്റ് നടന്നതായിരിക്കാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ വിട്ടേക്കുക. അപ്പോ നിങ്ങളുമായിട്ടൊരു സ്നേഹബന്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും നോക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും പഴയൊരു കാര്യം തന്നെയാണ്. ഓക്കെ. പക്ഷെ നമ്മൾ ഈ പുതിയതായിട്ട് വരുമ്പോ പഴയ ആള് വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തിനാണ് വരുന്നത്, അവരുടെ അടുത്ത പരിപാടി എന്താണ്, അതൊക്കെ ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. കാരണം ഇവിടെ ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ജേണി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് ഈ വ്യക്തിയിൽ തന്നെയാണ്. എനിക്കിത് വേണം, എനിക്കൊരു മെസ്സേജ് ആയാലും മതി, എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എന്നെ ഒന്ന് കണ്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, ഇത് ബ്രേക്കപ്പ് ആയി പോയതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഒന്നിങ്ങനെ സൈഡിൽ കൂടി കൊണ്ടുപോയാൽ മതി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഓക്കെ. അതിനുള്ള ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ആ ഇവിടെ വെയിറ്റിംഗ് ആണ്. കാണുന്ന ആളുകളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കാരണം വരൂ, ഞാൻ സ്നേഹിക്കാം, എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് നിങ്ങളെ എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടമുണ്ട്. നിങ്ങൾ എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോർണറിലുണ്ട്. മനസ്സിലായോ? ആ ഒരു കോർണറിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ, പാസ്റ്റ് മെമ്മറീസിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമവും വേദനയും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാര്യം, നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ, നിങ്ങൾ അത്ര പെട്ടെന്ന് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ മതിമറന്ന് സ്നേഹിക്കും. നിങ്ങൾ ഒരാളെ വെറുത്താൽ അതിൻ്റെ അങ്ങേയറ്റം വെറുക്കും. പക്ഷെ നിങ്ങളോട് എന്തെല്ലാം കാണിച്ചിട്ടും എന്തെല്ലാം പരിപാടികൾ പ്രവർത്തിപ്പിച്ചിട്ടും പല കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ വ്യക്തിനെ മാത്രം വെറുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ തങ്കമ്മ ചേച്ചി അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ ജോസഫ് ഏട്ടൻ നിങ്ങളോട് എന്തെങ്കിലും എടി എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ആരാടോ എന്നെ എടി എന്ന് വിളിക്കാനെന്നും പറഞ്ഞ് നിങ്ങൾ അപ്പൊ തന്നെ അങ്ങോട്ട് ദേഷ്യപ്പെടും. പക്ഷെ അതിന്റെ അപ്പുറത്തെ പരിപാടി നിങ്ങളുടെ മച്ചമ്പി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവരോട് പൊറുക്കാനും ക്ഷമിക്കാനും എല്ലാ രീതിയിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഹാപ്പിനെസ്, സ്നേഹം, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഹൃദയം, എല്ലാത്തിൻ്റെയും കൂടിയുള്ള ആ ഒരു താക്കോല് പുള്ളിയുടെ കയ്യിലാണ്. പുള്ളിയുടെ പ്രസൻസ് കിട്ടിയാൽ മതി. ബാക്കി എല്ലാ പരിപാടിയും നിങ്ങൾ അതാ പറഞ്ഞ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം കത്തുന്ന പോലെ, ഈ എന്താ പറയണ, ഈ വലിയ വലിയ 500 വോൾട്ടിന്റെ ഒക്കെ ബൾബ് ഇടൂലേ, ഭയങ്കര പ്രകാശം കേട്ടോ, അതുപോലെ നിൽക്കും. അതെവിടെയാണ് ഉള്ളത്? അത് ഈ കല്യാണ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ വലിയ ആന പോലത്തെ ബൾബൊക്കെ. അതുപോലെ ഇരിക്കും. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കേ. ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കേ. ഹീലിംഗ് എനർജി, പവർ ആൻഡ് ഇന്റൻഷൻ, ഫോർഗിവ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ലേണിംഗ് എക്സ്പീരിയൻസ്. അതായത് നിങ്ങളോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ഫോർഗീവ് ചെയ്യുക. ഒന്ന് സിറ്റുവേഷനൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഡിവൈനിന് സമർപ്പിക്കുക. ലേണിംഗ് എക്സ്പീരിയൻസ്, ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എന്ത് പരിപാടി നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അത് എല്ലാ പരിപാടികളും അത് കുറെ നാളത് ആ ഒരു ദുഃഖത്തിന്റെ പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എത്ര കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല, ഇനി ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി പഠിച്ചു എന്ന് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ബോധം ഉണ്ടാവും. ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഏകദേശം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പവർ ആൻഡ് ഇന്റൻഷൻ, അതായത്
നിങ്ങളുടെ ഉള്ളിലൊരു ഒരു പവർ ഉണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ആളുകളുമാണ്. നിങ്ങൾക്ക് പല കഴിവുകളും ഉള്ള ആളുകളാണ്. സായിപ്പിനെ കാണുമ്പോൾ കബാത്ത് മറക്കാതെ ഇവരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വ്യക്തിനെ വീണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസിന് ശ്രമിക്കുകയാണെങ്കിൽ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം, പല കാര്യങ്ങളും ആയിരിക്കാം. അതൊക്കെ ഒത്തുതീർപ്പാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പാക്കി പോവുക. മനസ്സിലായോ? അല്ലാതെ നമ്മള് എന്തെന്നാണ് ഒരിക്കലും ഒത്തുതീർപ്പാക്കാൻ പറ്റില്ല, ഒരിക്കലും ഒരു പരിപാടി നടക്കില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക. ഹീലിംഗ് എനർജി എന്ന് പറയുമ്പോൾ നമ്മള് ഒരു മനസ്സിങ്ങനെ അവിയൽ പോലെ കുഴഞ്ഞു മറിഞ്ഞുള്ള രീതിയിൽ കിടക്കുകയാണ്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കും. നമ്മളുടെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ കൊളീഗ്സിനെ ബാധിക്കും. ഇപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഫാമിലിനെ ബാധിക്കും, ഫ്രണ്ട്സിനെ ബാധിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എനർജി നമ്മൾ പോലും അറിയാതെ പാസ് ചെയ്യുവാണ്. നിങ്ങൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത മുഴുവനും ഏഷ്യ, യൂറോപ്പ്, അമേരിക്കയൊക്കെ വഴി കറങ്ങി പിന്നെ കേരളത്തിലെത്തും. നിങ്ങളുണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇതാക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീൽഡ് ആവുക. പതിയെ ഹീൽഡ് ആവുക. എന്നിട്ട് ആ ഒരു കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് എന്ത് വന്നു, അവരുടെ കയ്യിൽ നിന്ന് എന്ത് വന്നു, ഞാനിതിനി സ്വീകരിക്കണോ വേണ്ടയോ, എനിക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് ആരും സഹായമില്ല എന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഉള്ള ആളുകളോട് മനസ്സ് തുറന്ന് ഒന്ന് ചോദിക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം കൊടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.